നമസ്കാരം. എഴുത്തുകളുടെ സുൽത്താനായ ബഷീർ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 86 വയസ്സാകുമായിരുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വെറുതെ ഒരു കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നില്ല. അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകൾ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തോന്നാം, ഇത് വളരെ ലളിതമായൊരു കഥയാണല്ലോ, അല്ലെങ്കിൽ ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള കഥകൾ എഴുതാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അത് തെറ്റാണ്. അദ്ദേഹം ആ കഥകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഫിലോസഫി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് കഥകൾ എടുത്താലും ആ കഥകൾ ഏതൊരു കാലഘട്ടത്തിലൂടെയും ആ കഥയിലെ കഥാപാത്രം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇന്ന കാലത്തിൻ്റെ ഒരു എഴുത്തുകാരനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും കാലത്തിന് അതിജീവിച്ച കഥകളാണ്. അല്ലെങ്കിൽ കാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു ലോകം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഒരു ലോകത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടല്ല പറഞ്ഞു പോയിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രേമലേഖനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലഘു കഥ. ആ കഥയിൽ പറയുന്നത് രണ്ട് കഥാപാത്രങ്ങളുടെ ജീവിതമാണ്. കേശവൻ നായർ എന്ന് പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും സാറാമ എന്ന് പറയുന്ന അയാൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള പെൺകുട്ടിയുടെയും ജീവിതമാണ് പറയുന്നത്. സാറാമയോട് കേശവൻ നായർക്ക് ഒരു പ്രണയം തോന്നുകയും അത് അവളോട് പറയാൻ അയാൾ പ്രേമലേഖനം എഴുതുന്നതാണ് കഥയുടെ പശ്ചാത്തലം. പക്ഷേ ഈ ലളിതമായൊരു കാഴ്ചപ്പാട് പറയുമ്പോഴും അത് ഏത് കാലഘട്ടത്തോടും, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് പറയുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അതിൽ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ഹാസ്യ രൂപത്തിൽ പറയുമ്പോഴും അത് കൃത്യമായി തന്നെ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് ചിരിയുടെ രൂപത്തിൽ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയെ കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വായനക്കാരനും ഏതൊരു ആൾക്കും ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും വായനയെന്ന് പറയുന്ന ഒരു കാര്യം വളരെ രസകരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകം, ഈ പ്രേമലേഖനം എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം മാത്രമല്ല പറഞ്ഞു പോകുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ തന്നെ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ വിദ്യാഭ്യാസവും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടാണ്. ഈ പ്രേമലേഖനം എന്ന് പറയുന്ന കഥയിൽ കേശവൻ നായർ സാറാമയോട് പ്രണയം പറയുന്നത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അതായത് പ്രേമലേഖനം എഴുതുന്നത്, അല്ലെങ്കിൽ അവളോട് എഴുതിയിട്ട് അവളോട് അത് കൊടുക്കാനുള്ള അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും പിന്നീട് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ സാറാമയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അതായത് സാറാമയുടെ അമ്മ മരിച്ച ശേഷം അവൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും പിന്നീട് അച്ഛൻ ആ സമയത്താണ് അവളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നതും. അപ്പോൾ അതോടൊക്കെ ആ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവൾക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ അവളൊരു ജോലി എന്നുള്ളൊരു ജീവിതത്തിൽ ജോലി വേണമെന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സാറാമ്മയോട് ഈ കേശവൻ നായറിന് പ്രണയം തോന്നുന്നത്. അപ്പോൾ ഈ പ്രണയം പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അവളുടെ ജീവിതം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾക്കൊരു ജോലി കൊടുക്കാം, കുക്കിംഗ് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കേശവൻ നായർ പറഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളെ വിവാഹം കഴിക്കുന്ന കാര്യമാണ് അയാൾ പറഞ്ഞു വരുന്നതെന്നുള്ളത്. അപ്പോൾ കൂലി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഇതിനുള്ള വരുമാനം, അല്ലെങ്കിൽ ഇത് ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ വരുമ്പോഴും അവൾ എത്രയാണ് എൻ്റെ ഒരു മാസ ശമ്പളം എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഇവർ പ്രണയം പരസ്പരം അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം പിന്നീട് അവരുടെ കുട്ടികൾക്ക് ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് എന്ത് പേരിടണമെന്ന് ചോദിക്കുമ്പോൾ റഷ്യക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. വിസ്കി എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള പേരുകൾ ആദ്യം അവർ പരസ്പരം പങ്കുവെക്കുകയും പിന്നീട് ആകാശമിഠായി എന്ന് പറയുന്ന ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന രീതിയിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ആകാശമിഠായി എന്ന് പറഞ്ഞ പേര് ബഷീറും സാറാമയും പറയുന്നുണ്ട്. ഇതിൽ മതമോ ജാതിയോ ഒന്നും അതിൽ ഇല്ല. പിന്നീട് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ ആക്കണമോ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയിൽ അവൻ വളരണം, അല്ലെങ്കിൽ അവൻ ഏത് പാർട്ടിയുടെ കീഴിൽ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കണം, അല്ലെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരം ബഷീർ പറയുന്നത്, അവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരെന്താണ് തോന്നുന്നത് ആ ഒരു സമയത്ത് അവനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ബഷീറിൻ്റെ ആ ഒരു
കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രേമലേഖനം എന്ന് പറയുന്ന കഥയിലൂടെ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ ഈ കാമുകനും കാമുകിയും പരസ്പരം തുറന്നു പറയുന്നതാണ്. ഈ പ്രേമലേഖനം കൊടുക്കലും അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഒരു തുറന്നു പറച്ചിലാണ്. ഇന്നത്തെ കാമുകന്മാർക്ക് ഇല്ലാതെ പോകുന്ന ഒരു സത്യസന്ധത ഈ ഒരു നോവലിൽ നമുക്ക് കാണാം. അതായത് തുറന്നു പറച്ചിലുകളാണ്. രണ്ടുപേര് കാമുകിയും കാമുകനും തമ്മിൽ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറയുന്ന, അതിലൂടെ ആ സ്ത്രീയുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ബഷീർ പറഞ്ഞു പോകുന്നുണ്ട്. അവൾക്ക് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അവൾക്ക് ജോലി വേണം, അവൾക്കൊരു വിദ്യാഭ്യാസം വേണം എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു നമ്മൾ കണ്ട് പരിചയിച്ച രീതിയിലെ കഥാപാത്രം പറയുന്ന രീതിയിലല്ല, വളരെ സ്ട്രോങ് ആയിട്ട് അവളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുകയാണ് കാമുകനോട്. അത്തരം ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രീഷ്മയെ പോലുള്ള സ്ത്രീകൾ ആ രീതിയിലോട്ട്, അല്ലെങ്കിൽ കാമുകനെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ പല രീതിയിലും കള്ളത്തരങ്ങളും ഒക്കെ ചെയ്ത് വിഷം ഈ പറയുന്ന കലക്കി കൊടുക്കലും ആ രീതിയിലുള്ള തുറന്നു പറച്ചിലുകളില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു കഥ, ഈ പ്രേമലേഖനം എന്ന് പറയുന്ന കഥ വളരെയധികം സ്വാധീനിക്കുന്ന ഇന്നത്തെ കാലത്ത് സ്വാധീനിക്കേണ്ട ഒരു കഥയാണ്. കാരണം അതിൻ്റെ അകത്ത് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാറ്റമില്ലാത്ത കുറേ കാര്യങ്ങൾ അന്ന് 1943 പ്രസിദ്ധീകരിക്കുന്നത്. 40-ലാണ് അദ്ദേഹം എഴുതുന്നത്, പ്രസിദ്ധീകരിക്കുന്നത് 43-ലാണ്. അപ്പോൾ അന്ന് പറഞ്ഞു വെച്ച സാഹചര്യങ്ങൾ, രാഷ്ട്രീയം, ജാതി, മതം, അതെല്ലാം തന്നെ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളിടത്താണ് ഈ കഥ ഇന്നും അത് ആളുകളിലേക്ക് എത്തേണ്ട അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ ഇപ്പോഴും ഞാൻ തിരഞ്ഞെടുത്തത്. ബഷീറിൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു കഥ അദ്ദേഹം അന്ന് എഴുതി വെച്ചത്, ആ കഥകൾക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഒരുപാട് ഈ പറയുന്ന പോലെ റെഫറൻസുകൾ വരുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലത്തിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ജീവിതങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ചുറ്റുപാടുകൾ, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യന്മാർ ക്രൂരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാലത്ത് പ്രേമലേഖനം എന്ന് പറയുന്ന കഥ അത് പങ്കുവെക്കുന്ന ഒരാശയം, അത് തീർച്ചയായും അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതാണ്, അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ സാറാമയും കേശവൻ നായരും ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നു, ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു, മാറ്റമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.